ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചോറുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ചോറ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ചായക്കാണെങ്കിലും ടിഫിൻ ബോക്സൊക്കെ ആയിട്ട് കൊടുത്തുവിടാൻ നല്ലതാണിത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഊത്തപ്പത്തിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഉത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചോറാണ്. 1 കപ്പ് ചോറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചോറിന് വേണ്ട അളവുകളാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബോയിൽഡ് റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, പച്ചരിയുടെ ചോറാണെങ്കിൽ അത് ഉപയോഗിക്കാം, സോന മസൂരിയുടെ ചോറാണെങ്കിൽ അതോ, അല്ലെ ബസുമതി റൈസിൻ്റെ ആണെങ്കിൽ അതോ ഉപയോഗിക്കാം. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ഞാനൊരു 1/4 കപ്പാണ് എടുക്കുന്നത്. ഈ ഒരു കപ്പിൽ തന്നെ അളന്നെടുക്കണം എന്നൊന്നുമില്ല. നിങ്ങളടുത്ത് ഗ്ലാസ് ആണെങ്കിൽ അതിൽ അളന്നെടുത്താലും മതി. നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിൽ ഈ സെയിം അളവുകളൊക്കെ കറക്റ്റായി എടുത്താൽ മതി. 1 കപ്പ് ചോറിന് 1/4 കപ്പ് തൈരാണ് വേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം. പിന്നെ തൈരിൻ്റെ അളവും അധികമാവരുത്. 1 കപ്പ് ചോറിന് 1/4 കപ്പ് തൈര് എന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചോറും തൈരും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി ഇതിലേക്കൊരു 1/2 കപ്പ് റവ കൂടെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാവിപ്പോൾ നല്ല കട്ടിയുള്ളതാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നോക്കണം. ഈ ഒരു മാവിന് ഇഡ്ലി മാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നല്ല കട്ടിയുള്ള മാവന്നെ ആക്കി എടുക്കണം. മാവ് അധികം ലൂസായി പോയാൽ ഊത്തപ്പം അധികം തിക്കായിട്ട് വരില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഈ റവയൊക്കെ നന്നായി കുതിർന്ന് കിട്ടും. ഈ സമയം നമുക്ക് ഇതിന് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഊത്തപ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാറില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചക്കറികൾ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറുതായിട്ട് തന്നെ നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1 തക്കാളിയാണ്. അതും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിന് കണക്കായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കഷ്ണം പച്ചമുളകും കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും നല്ലോണം ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ലാത്ത എരിവായി പോകും. അപ്പോൾ രണ്ടും കണക്കായിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എരിവിന് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ എരിവ് കുറച്ചിടുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഇവിടെ അധികം എരിവൊന്നുമില്ല, ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ. ഇതൊക്കെ നന്നായി കൈവച്ച് തന്നെ ഞെരടിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഊത്തപ്പത്തിന് ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞെരടിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ മാവിലെ റവയൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ മാവും മസാലയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അധികം വലിയ ഊത്തപ്പാക്കണ്ട, ചെറുതാക്കുന്നതാണ് നല്ലത്. ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് തിക്നെസ്സിലാണ് രസം ഉണ്ടാവുക ഊത്തപ്പൊക്കെ.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് ആക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലായാൽ അടിഭാഗം കരിഞ്ഞു പോകും, പക്ഷെ ഉൾഭാഗം അധികം വേവാത്തതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങളിത് വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വെന്ത് വന്നതായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ ദോശയുടെ സൈഡിലൊക്കെ കളർ മാറി വരുന്നത് പോലെ ഉണ്ടാവും. ആ സമയം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം അടച്ചു വെച്ചാൽ ഇത് നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ സൈഡും കൂടി വെന്ത് വന്നാൽ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഊത്തപ്പത്തിന് നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഊത്തപ്പം പോലെ ഉഴുന്നരക്കോ അങ്ങനെയൊന്നും വേണ്ട. വീട്ടിൽ ചോറുണ്ടെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു ഡിഷ്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.